ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. തിരിച്ചു വരുന്ന യാത്രയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയും തിരിച്ചു വരുമ്പോഴും ഇതൊക്കെ വീണ്ടും വീണ്ടും കാണാനുള്ള കാഴ്ചകളല്ലേ എന്ന് ഓർക്കുമ്പോൾ നല്ല സന്തോഷമാണ്. തിരിച്ചു വരുമ്പോൾ ഭയങ്കര മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നും കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇതിങ്ങനെ കണ്ട് കണ്ട് തീർന്നു പോകല്ലേ. ഇനി ഇത് കാണണമെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത ട്രിപ്പ് ഇങ്ങോട്ട് വന്നാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇത് മിസ്സാവണ യാത്രകളാണ്. ഇനി ഇതൊക്കെ ഓർമ്മകളായിട്ട് അങ്ങനെ ഇരിക്കും കുറേ നാളത്തേക്ക്. അപ്പോൾ അങ്ങനെ തീർന്നു പോവല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകണ യാത്രയാട്ടോ ഇത്. എനിക്ക് അങ്ങനെയാണ്. ഞാൻ ഇതുപോലുള്ള നല്ല പച്ചപ്പും പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇനിയും തിരിച്ചു വരുമ്പോൾ ഇത് വീണ്ടും കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും. തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തേയിലത്തോട്ടങ്ങളും പച്ചപ്പും കാടും മേടും മഞ്ഞും മഴയും എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ റിലേറ്റീവ്സൊക്കെ അടിമാലി കുമ്മൻപാറ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് ശാന്തൻപാറയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും പാറകളാണ്, ശാന്തൻപാറയും കൂമ്പൻപാറയും. അപ്പോൾ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് മൂന്നാർ കഴിഞ്ഞിട്ടാണ് ശാന്തൻപാറ. എനിക്കാണെങ്കിൽ അടിമാലി കഴിയുമ്പോൾ തന്നെ ആണ് ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മൂന്നാറൊക്കെ കണ്ടത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ. കല്യാണത്തിന് മുമ്പ് ഞാൻ മൂന്നാറിലൊന്നും പോയിട്ടില്ല. പിന്നെ മൂന്നാർ കാണാനായിട്ട് ഞങ്ങൾ പോയി. അതുകൂടാതെ റിലേറ്റീവ്സിൻ്റെ വീട് ശാന്തൻപാറ, പൂപ്പാറ അവിടെയൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോയതൊക്കെ കല്യാണം കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ എന്നെയും എൻ്റെ ബ്രദറിനെയും, 2 ബ്രദേഴ്സാണ് എനിക്ക്. അപ്പോൾ ഞങ്ങൾ 3 പേരെയും കൂട്ടി ഉമ്മച്ചി എല്ലാ വെക്കേഷനും വാപ്പിച്ചിയുടെ നാട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വാപ്പിച്ചി ഞങ്ങളുടെ ചെറുപ്പത്തിലേ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 കുഞ്ഞുങ്ങളെയും ഉമ്മച്ചീനായിട്ട്, ഉമ്മച്ചിയുടെ നാടാണ് പെരുമ്പാവൂർ, അപ്പോൾ ഇങ്ങടേക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാ വെക്കേഷനും ഉമ്മച്ചി ഞങ്ങളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോയാണ് ഞങ്ങൾ ഈ കാടും മേടും മലയൊക്കെ കണ്ട് പരിചയമായതിട്ട്. അല്ലെങ്കിൽ ശരിക്കും ഞങ്ങൾ അവിടെ താമസിക്കേണ്ടവരാണ്. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ഉമ്മച്ചി കൊണ്ടുപോകണോണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങനെയുള്ളൊരു സ്ഥലങ്ങളൊക്കെ കണ്ടത് തന്നെ. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ യാത്ര. ഇതിലും വലിയ യാത്രകളൊന്നും ഇനിയില്ല. ഈ ലോകത്തിൻ്റെ അറ്റം ഇതാണെന്നൊക്കെയാണ് അന്ന് ചെറുപ്പത്തിൽ മനസ്സിൽ തോന്നിയിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഇരട്ടി ദൂരമുണ്ട് മൂന്നാറിനും. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ശാന്തൻപാറയൊക്കെ കണ്ടപ്പോൾ ഇനി ഇങ്ങനെ ദൂരമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് അപ്പോഴാണ് ചിന്തിക്കണത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ യാത്രകൾ പോയി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊന്നും ഒന്നുമല്ല, ഇനിയും കിടക്കുകയാണ് കടൽ പോലെ എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലേ. പിന്നെ എൻ്റെ ഉമ്മച്ചിയുടെയൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ റോഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു കൊടുങ്കാട് പോലെ കിടന്ന സ്ഥലങ്ങളാട്ടോ. ഇതല്ല, നമ്മൾ നേര്യമംഗലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊടും വനത്തിലേക്ക് പോകും പോലെയാണ്. അന്നത്തെയൊക്കെ റോഡും ഇടുങ്ങിയ റോഡുകളാട്ടോ. ചെറിയ റോഡും ഭയങ്കര കൊക്കയാണ്. അപ്പോൾ ഒരു ബസ്സൊക്കെ പോയി കഴിയുമ്പോൾ ഈ ബസ്സിൻ്റെ സൈഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് പേടിയാവും താഴേക്ക് നോക്കാനായിട്ട്. ഭയങ്കര കൊക്കകളായിട്ടാണ് നമുക്ക്, കൊക്കകളായിട്ട് തോന്നണതല്ല, കൊക്കകളാണ്. ഇപ്പോഴാണെങ്കിൽ റോഡൊക്കെ ഇങ്ങനെ വീതി കൂട്ടി, ഇപ്പോഴും ഇത്തവണത്തെ നമ്മുടെ ട്രിപ്പിലും ഞാൻ കാണിച്ചു തന്നല്ലോ, അങ്ങോട്ട് പോകാൻ നേരത്തെ റോഡിന് ഇങ്ങനെ വീതി സ്ലാബിട്ട് വീണ്ടും വീതി കൂട്ടാണ്. ഇപ്പം തന്നെ നല്ല വീതിയുള്ള റോഡാണ്, ഇനിയും വീതി കൂട്ടാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് യാത്രകളും യാത്രക്കാരും ഒക്കെ ഉണ്ട്. അന്നൊന്നും ഇങ്ങനെ യാത്രകളൊന്നും, ഇങ്ങനെയുള്ള കാടുകളിലേക്ക് ഒട്ടും ആളുകൾ പോക്കില്ല. വലിയ എസ്റ്റേറ്റുള്ള മുതലാളിമാരോ കോടീശ്വരന്മാരോ ഒക്കെ ആയിരിക്കും ഇതിലേക്ക് പാസ് ചെയ്യേണ്ടാവുള്ളൂ. സാധാരണക്കാരൊന്നും ഇങ്ങനെ ട്രിപ്പൊന്നും പോകാറില്ലല്ലോ. അപ്പോൾ അന്നത്തെ റോഡും അങ്ങനെയാണ്. അപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കൂടി 2 ബസ് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ജീവൻ കയ്യിലെടുത്തിട്ട് വേണം നമ്മൾ ബസ്സിലൊക്കെ ഇരിക്കുന്നത്. അത്ര പേടിയാവും. താഴേക്കൊക്കെ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ കണ്ണടച്ചിരിക്കുമായിരുന്നു പ്രാർത്ഥിച്ചിട്ട്, അത്ര പേടിയായിട്ടുണ്ട്. ഇപ്പോഴൊന്നും ഒന്നും കൊക്കകൾ ഒന്നും കാണാനില്ല. അപ്പം ഞാൻ ഓർക്കട്ടെ, ഇത് ആദ്യം നമ്മൾ പോകുമ്പോൾ ഇതിങ്ങനെ ഒരു കൊക്കയോ ഒക്കെ ഉണ്ടായല്ലോ, ഇപ്പോൾ ഇതൊക്കെ എവിടെയെന്ന് ഓർക്കും. ഇപ്പോൾ നമ്മളിങ്ങനെ ഹെയർ പിന്നുകൾ വളഞ്ഞു പോകുമ്പോൾ സാധാരണ നിരപ്പായ സ്ഥലത്ത് പോകുമ്പോൾ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യണത്. പക്ഷേ അതിങ്ങനെ മണ്ണിട്ട് പൊക്കി ആ റോഡ് വീതി കൂടി വരണോണ്ട് നമുക്ക് ഫീൽ ചെയ്യാത്തതാണ് കേട്ടോ. അപ്പോൾ കാലങ്ങൾ പുരോഗമിക്കണ അനുസരിച്ച് റോഡുകളും ആളുകളുടെ ജീവിത രീതികളും എല്ലാം ഇങ്ങനെ മാറണ്ടല്ലേ. അപ്പോൾ ഒരു കണക്കിന് അതും നല്ലത് തന്നെയാണ്. നമുക്ക് ഇങ്ങനെ സർക്കാർ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ സാധാരണക്കാർക്കാണെങ്കിലും പേടിക്കാതെ ഇപ്പോൾ കുട്ടികൾക്ക് ബൈക്ക് എടുത്തിട്ടും കാർ എടുത്തിട്ടൊക്കെ ഇവർ പോകുന്നതൊക്കെ അതുകൊണ്ടാണല്ലോ. അപ്പോൾ
നമുക്കും പേടിക്കണ്ട, നല്ല റോഡാണെങ്കിൽ. മറ്റത് നമ്മൾ നന്നായിട്ട് പേടിച്ച് തന്നെ ഇരിക്കണം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന് ഫുഡ് കഴിക്കാൻ കയറിയേക്കണതാട്ടോ ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് പേര് ബിരിയാണി കഴിച്ചിട്ടുണ്ട്, ഞാനൊക്കെ നാടൻ ഫുഡാണ് കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് കുമ്മൻപാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അപ്പോൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ കയറിയതാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് വിശ്രമമൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ റോഡും ഇനി കാടും മേടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല മധുരമുള്ള ഓർമ്മകളൊക്കെ ആയിട്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തീർന്ന് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ യാത്രകളും നമുക്ക് ഓരോ നല്ല നല്ല ഓർമ്മകളാണല്ലേ. ഇനി ഇത് പിന്നീട് ചിന്തിക്കുമ്പോൾ നല്ല സന്തോഷമായിരിക്കും നമുക്ക്. അപ്പോൾ എൻ്റെ ഇന്നത്തെ മൂന്നാർ, കാന്തല്ലൂർ, മറയൂർ യാത്രയുടെ വിശേഷങ്ങൾ ഇതോടെ ഈ വീഡിയോയോടുകൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.